ദുബായിൽ പഠിച്ചാൽ ലൈഫ് സെറ്റ് ആകുമോ? ദുബായിൽ പാർട്ട് ടൈം ഈസി ആണോ? ദുബായ് ഡിഗ്രി കൊണ്ട് യൂറോപ്പ് പോലെ PR കിട്ടുമോ? ഈ 3 ചോദ്യങ്ങൾക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഓണസ്റ്റ് ആയി ആൻസർ നൽകാൻ പോകുന്നത്. ദുബായ് ഗ്ലാമർ സിറ്റിയാണ്. ലക്ഷറി കാർസ്, ടാക്സ് ഫ്രീ സാലറി എല്ലാം നമ്മൾ റീൽസിൽ കാണുന്നുണ്ട്. സ്റ്റുഡന്റ് ലൈഫ് റീൽസ് പോലെയല്ല. എന്താണ് ദുബായിയുടെ ശരിക്കുള്ള റിയാലിറ്റി? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദുബായ്. വെൽക്കം ടു അനദർ സ്റ്റഡി അബ്രോഡ് സീരീസ് ബൈ JNS ഗ്ലോബൽ. ദുബായ് UAEയുടെ ഭാഗമാണ്. UAE ഷെങ്കൻ കൺട്രി അല്ല, പക്ഷേ സ്ട്രാറ്റജിക് ഗ്ലോബൽ ബിസിനസ് ഹബ്, മിഡിൽ ഈസ്റ്റ് ഫിനാൻഷ്യൽ സെന്റർ, ടാക്സ് ഫ്രണ്ട്ലി എക്കണോമി, സേഫ് ആൻഡ് ലോ ക്രൈം റേറ്റ്, ഇന്റർനാഷണൽ ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം ദുബായിയെ വ്യത്യസ്തമാക്കുന്നു. ദുബായ് പോപ്പുലേഷനിൽ വലിയ ശതമാനം ഇന്ത്യക്കാരാണ്. ദുബായ് എഡ്യൂക്കേഷൻ സിസ്റ്റം മെയിൻലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. യൂറോപ്പിലെ പോലെ പബ്ലിക് സബ്സിഡൈസ്ഡ് സിസ്റ്റം ഇല്ല. ദുബായ് സ്ട്രോങ് എക്കണോമിയാണ്, പക്ഷേ ഇമിഗ്രേഷൻ കൺട്രി അല്ല, ടെമ്പററി വർക്ക് ഡെസ്റ്റിനേഷൻ ആണ്. ദുബായ് ഒരു കൺട്രി അല്ല, UAE എന്ന രാജ്യത്തിലെ ഒരു എമിറേറ്റ്സ് ആണ്. UAEയുടെ ക്യാപിറ്റൽ അബുദാബിയാണ്. കറൻസി UAE ദിർഹം ആണ്. ലൊക്കേഷൻ മിഡിൽ ഈസ്റ്റ് ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് അറബിക് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആൻഡ് ബിസിനസ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ പിന്നിലാണ് ദുബായ് സമയം. അതായത് കമ്മ്യൂണിക്കേഷനും ഫാമിലി കോണ്ടാക്റ്റിനും വലിയ ടൈം ഗ്യാപ്പ് പ്രോബ്ലം ഇല്ല. ദുബായിൽ സമ്മറിൽ വളരെ ഹോട്ടാണ്. മെയ് മുതൽ സെപ്റ്റംബർ വരെ ടെമ്പറേച്ചർ ഉയരും. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കും പോകാം. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ദുബായിൽ പഠിക്കുമ്പോൾ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ മെന്റൽ റെഡിനെസ് വേണം. ദുബായ് എക്കണോമി സർവീസ് ഡ്രിവൻ ആണ്. മാനുഫാക്ചറിംഗ് ബേസ് യൂറോപ്പ് പോലെ സ്ട്രോങ് അല്ല. മേജർ സെക്ടേഴ്സ് ആയി വരുന്നത് റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ, എസ്പെഷ്യലി എമിറേറ്റ്സ് എയർലൈൻ, ലോജിസ്റ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്, ഫിനാൻസ് ആൻഡ് ബാങ്കിംഗ്, റീറ്റെയിൽ ആൻഡ് ലക്ഷറി ബ്രാൻഡ്സ്, വളരുന്ന സെക്ടറായ IT ആൻഡ് ഡിജിറ്റൽ സർവീസസ്. റിസർച്ച് ഫോക്കസ്ഡ് എക്കോസിസ്റ്റം യൂറോപ്പ് പോലെ ഇവിടെ ശക്തമല്ല. ദുബായ് ജോബ് മാർക്കറ്റ് വളരെ കോമ്പറ്റീറ്റീവ് ആണ്. എക്സ്പീരിയൻസിന് വലിയ വിലയുണ്ട്. ഡിഗ്രി മാത്രം മതിയാകില്ല, പ്രാക്ടിക്കൽ എക്സ്പോഷർ ആൻഡ് സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഷേഴ്സിന് ജോബ് കിട്ടാൻ സമയമെടുക്കും. ദുബായിലെ മെജോറിറ്റി യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് ആണ്. ഇന്റർനാഷണൽ ബ്രാഞ്ച് ക്യാമ്പസസ് കൂടുതലാണ്. അതായത് UK, ഓസ്ട്രേലിയ, ഇന്ത്യ, കാനഡ യൂണിവേഴ്സിറ്റീസിന്റെ ദുബായ് ക്യാമ്പസസ്. ഫോർ എക്സാമ്പിൾ, യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗം ദുബായ്, ഹെരിറ്റ്വാർഡ് യൂണിവേഴ്സിറ്റി ദുബായ്, മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി ദുബായ്, മണിപ്പാൽ അക്കാദമി ദുബായ് ആൻഡ് കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ്. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് 3 മുതൽ 4 വർഷം വരെയാണ്. മോസ്റ്റ്ലി UK സ്റ്റൈൽ കരിക്കുലം. അസൈൻമെന്റ് ആൻഡ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ഉണ്ടാകും. തിയറി പഠനത്തോടൊപ്പം കോഴ്സ് വർക്ക് കണ്ടിന്യൂസ് ആയി ഉണ്ടാകും. മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് 1 മുതൽ 2 വർഷം വരെയാണ്. ഇൻഡസ്ട്രി ഫോക്കസ്ഡ് പ്രോഗ്രാംസ് ആണ്. ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് കോഴ്സസ് വളരെ പോപ്പുലർ ആണ്. MBA, ഫിനാൻസ്, മാർക്കറ്റിംഗ്, എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് പോലുള്ള കോഴ്സസിനാണ് കൂടുതൽ ഡിമാൻഡ്. ദുബായ് ഡിഗ്രി വാല്യൂ യൂണിവേഴ്സിറ്റീസിനെ ആശ്രയിച്ചായിരിക്കും. ഓൾ യൂണിവേഴ്സിറ്റീസ് ആർ നോട്ട് ഈക്വൽ. ബ്രാഞ്ച് ക്യാമ്പസ് ആയാലും മെയിൻ ക്യാമ്പസ് റെപ്യൂട്ടേഷൻ ചെക്ക് ചെയ്യണം. അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ഉറപ്പാക്കണം. KHTA അപ്രൂവൽ, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ എല്ലാം വെരിഫൈ ചെയ്യണം. യൂണിവേഴ്സിറ്റി നെയിം മാത്രം കേട്ട് അഡ്മിഷൻ എടുക്കരുത്. അക്രഡിറ്റേഷൻ ആൻഡ് ഔട്ട്കം വെരിഫൈ ചെയ്യണം. ദുബായിൽ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് മീഡിയം ആണ്. ഇൻഫ്രാസ്ട്രക്ചർ മോഡേൺ ആണ്. സേഫ്റ്റി ഹൈ ആണ്. പക്ഷേ ക്ലൈമറ്റ് ചലഞ്ചിങ് ആണ്. ജോബ് മാർക്കറ്റ് കോമ്പറ്റീറ്റീവ് ആണ്. മാത്രമല്ല യൂണിവേഴ്സിറ്റി ക്വാളിറ്റി വേരി ചെയ്യും. ദുബായ് ഗ്ലാമറസ് ഡെസ്റ്റിനേഷൻ ആണ്, പക്ഷേ ഡിസിഷൻ പ്രാക്ടിക്കൽ ആയിരിക്കണം. സ്റ്റഡി അബ്രോഡ് ഡ്രീം വളരെ നല്ലതാണ്, പക്ഷേ ഫാക്ട്സ് അറിയാതെ സ്റ്റെപ്പ് എടുക്കരുത്. ദുബായിലെ യൂണിവേഴ്സിറ്റീസിൽ പ്രധാനമായ ഇൻടേക്ക് സാധാരണയായി സെപ്റ്റംബറിലാണ്. അതോടൊപ്പം ജാനുവരി ഇൻടേക്കും പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ലഭ്യമാണ്. ചില യൂണിവേഴ്സിറ്റീസിൽ മെയ് മാസത്തിലും ഇൻടേക്ക് നൽകാറുണ്ട്, പക്ഷേ അത് എല്ലാ കോഴ്സിനും ഉണ്ടായിരിക്കണമെന്നില്ല. എലിജിബിലിറ്റി കാര്യത്തിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണയായി കുറഞ്ഞത് 60% മുകളിൽ അക്കാദമിക്സ് ആവശ്യമാണ്. മാത്രമല്ല IELTS ഏകദേശം 6 സ്കോർ സാധാരണയായി ആവശ്യമായി വരും. പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് സാധാരണയായി കുറഞ്ഞത് 60% മുകളിൽ ഗ്രാജുവേഷൻ മാർക്സ് വേണം. മാത്രമല്ല IELTS സാധാരണയായി 6.5 അപ്രോക്സിമേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. കൂടാതെ റെലവന്റ് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ഫീൽഡിൽ ചേഞ്ച് ചെയ്താൽ അഡ്മിഷൻ റിസ്ക് ഉണ്ടാകാം.
വിസ പ്രോസസ് പൊതുവെ സ്മൂത്ത് ആണ്. ഡോക്യുമെന്റേഷൻ ക്ലിയർ ആണെങ്കിൽ വിസ റിജക്ഷൻ വളരെ റെയർ ആണ്. ദുബായിലെ ട്യൂഷൻ ഫീസ് സാധാരണയായി ഒരു വർഷം ഏകദേശം 35,000 മുതൽ 70,000 ദിറംസ് വരെ ആയിരിക്കും. കോഴ്സിനും യൂണിവേഴ്സിറ്റിക്കും അനുസരിച്ച് ഈ എമൗണ്ട് മാറും. പ്രീമിയം അല്ലെങ്കിൽ ഇന്റർനാഷണലി റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസിൽ ഫീസ് ഇതിലും കൂടുതലായിരിക്കും. ലിവിംഗ് എക്സ്പെൻസ് കുറഞ്ഞത് ഒരു വർഷം ഏകദേശം 30,000 മുതൽ 45,000 ദിറംസ് വരെ വരാം. ഇതിൽ ഏറ്റവും വലിയ ചെലവ് റെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസും ഷെയർഡ് അക്കോമഡേഷൻ തിരഞ്ഞെടുക്കുന്നു. ദുബായ് ചീപ്പ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ അല്ല. യൂറോപ്പിലെ പബ്ലിക് യൂണിവേഴ്സിറ്റി മോഡൽ പോലെ ലോ ട്യൂഷൻ സ്ട്രക്ചർ ഇവിടെയില്ല. സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് വളരെ ലിമിറ്റഡ് ആണ്. ഫുൾ ഫണ്ടിംഗ് സാധാരണയായി ലഭിക്കാറില്ല. ദുബായ് തിരഞ്ഞെടുക്കുമ്പോൾ ബഡ്ജറ്റ് പ്ലാനിംഗ് സ്ട്രോങ് ആയിരിക്കണം. പാർട്ട് ടൈം ആശ്രയിച്ച് സർവൈവൽ പ്ലാൻ ചെയ്യുന്നത് സേഫ് അല്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ പാർട്ടാണ്. ദുബായിൽ പാർട്ട് ടൈം ഈസി ആണെന്ന് പലരും പറയുന്നു. പക്ഷേ റിയാലിറ്റി ഡിഫറെന്റ് ആണ്. സ്റ്റുഡന്റ് വിസ ഉള്ളവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനാവശ്യമായ പെർമിറ്റും യൂണിവേഴ്സിറ്റി അപ്രൂവലും നിർബന്ധമാണ്. ഓൺ ക്യാമ്പസ് പാർട്ട് ടൈം ജോലികൾ വളരെ കുറവാണ്. അവസരങ്ങൾ ലിമിറ്റഡ് ആണ്. ഓഫ് ക്യാമ്പസ് പാർട്ട് ടൈം ജോലികൾക്ക് ശക്തമായ കോമ്പറ്റീഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ആദ്യ വർഷത്തിൽ പല സ്റ്റുഡൻസിനും പാർട്ട് ടൈം ജോബ്സ് എളുപ്പത്തിൽ ലഭിക്കാറില്ല. അവർലി പേ സാധാരണയായി കുറവായിരിക്കും. ആ വരുമാനം കൊണ്ട് മാത്രം റെന്റ് കവർ ചെയ്യാൻ പലപ്പോഴും സാധിക്കില്ല. ദുബായിൽ സർവൈവൽ പ്ലാൻ പാർട്ട് ടൈം വരുമാനത്തെ ആശ്രയിച്ച് തയ്യാറാക്കരുത്. സ്ട്രോങ് ഫാമിലി ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലെങ്കിൽ ദുബായ് പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത് റിസ്കി ആയിരിക്കും. ദുബായിലെ ഇമിഗ്രേഷൻ പാത്വേ യൂറോപ്പ് രാജ്യങ്ങളിലേതുപോലെ സ്ട്രക്ചേർഡ് ആയ ഒരു സിസ്റ്റം അല്ല. സ്റ്റഡി വിസയിൽ പഠനം പൂർത്തിയാക്കിയാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോബ് ലഭിച്ചാൽ മാത്രമേ വർക്ക് വിസ ലഭിക്കൂ. ജോബ് ലഭിക്കാത്ത പക്ഷം വിസ കാലാവധി കഴിഞ്ഞാൽ രാജ്യം വിടേണ്ടി വരും. പെർമനന്റ് റെസിഡൻസി എന്ന കോൺസെപ്റ്റ് വളരെ പരിമിതമാണ്. ലോങ് ടേം ഗോൾഡൻ വിസ ലഭിക്കുന്നത് സ്പെസിഫിക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നവർക്കാണ്. ഉദാഹരണത്തിന് ഉയർന്ന ശമ്പളം, നിക്ഷേപം, പ്രത്യേക കഴിവുകൾ എന്നിവ ഉള്ളവർക്ക് മാത്രം. ദുബായ് ഒരു സെറ്റിൽമെന്റ് ഡെസ്റ്റിനേഷനായി കാണാൻ പാടില്ല. ഇത് മെയിൻലി കരിയർ ബിൽഡ് ചെയ്യാൻ അനുയോജ്യമായ ഒരു പ്ലാറ്റ്ഫോമാണ്. ദുബായ് ചില സ്പെസിഫിക് സ്റ്റുഡൻസിന് കൂടുതൽ അനുയോജ്യമായ ഒരു ഡെസ്റ്റിനേഷൻ ആണ്. ബിസിനസ് മാനേജ്മെന്റ് മേഖലകളിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ദുബായ് നല്ല എക്സ്പോഷർ നൽകും. ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ഏവിയേഷൻ മേഖലകളിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പ്രാക്ടിക്കൽ ഇൻഡസ്ട്രി എൻവയോൺമെന്റ് ലഭിക്കും. മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ് എക്സ്പോഷർ ലക്ഷ്യമിടുന്നവർക്ക് ദുബായ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ്. സ്ട്രോങ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ദുബായിൽ പഠനം മാനേജബിൾ ആയിരിക്കും. അതേസമയം ചിലർ ദുബായ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ബഡ്ജറ്റ് വളരെ ടൈറ്റ് ആയിരിക്കുന്നവർക്ക് ഇതൊരു സേഫ് ഓപ്ഷൻ അല്ല. പാർട്ട് ടൈം ജോലി ആശ്രയിച്ച് മുഴുവൻ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നതും സേഫ് അല്ല. ലോങ് ടേം PR അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ലക്ഷ്യമാണെങ്കിൽ ദുബായ് ഒരു അനുയോജ്യമായ ഡെസ്റ്റിനേഷൻ അല്ല. ദുബായ് പുറം കാഴ്ചയിൽ വളരെ ഗ്ലാമറസ് ആയ നഗരമാണ്. പക്ഷേ സ്റ്റുഡന്റ് ലൈഫ് അത്രയേറെ റിയലിസ്റ്റിക്കും പ്രാക്ടിക്കലുമായിരിക്കും. ദുബായ് തിരഞ്ഞെടുക്കുന്നത് PR സ്വപ്നത്തിനായോ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എഡ്യൂക്കേഷൻ ലഭിക്കാനായി കൂടിയല്ല. ദുബായ് തിരഞ്ഞെടുക്കുന്നത് താഴെ പറയുന്ന കാര്യങ്ങൾക്കായാണ്: ഗ്ലോബൽ എക്സ്പോഷർ നേടാൻ, ഫാസ്റ്റ് പേസ്ഡ് ബിസിനസ് എൻവയോൺമെന്റ് അനുഭവിക്കാൻ, മിഡിൽ ഈസ്റ്റ് കരിയർ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാൻ. സ്റ്റഡി അബ്രോഡ് എന്ന തീരുമാനത്തെ ഇമോഷൻ അടിസ്ഥാനത്തിൽ എടുക്കരുത്. ഡെസ്റ്റിനേഷൻ സൂട്ടബിലിറ്റി അടിസ്ഥാനത്തിൽ ആലോചിച്ചാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ പ്രൊഫൈലിന് ഏത് കൺട്രി മാച്ച് ആകുന്നുവെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഗസ് വർക്ക് ചെയ്ത് തീരുമാനമെടുക്കുന്നത് സേഫ് അല്ല. പ്രൊഫഷണൽ ക്ലാരിറ്റി നേടുക എന്നതാണ് ശരിയായ വഴി. റൈറ്റ് കൺട്രി തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമേ റൈറ്റ് ഔട്ട്കം ലഭിക്കൂ. കറക്റ്റ് കൺട്രി ചൂസ് ചെയ്യുവാനായി ഇന്ന് തന്നെ JNS ഗ്ലോബലിനെ കണക്ട് ചെയ്യൂ.